പക്ഷെ ഇപ്പോൾ ഇവർക്ക് വേണ്ടത് സുരക്ഷിതമായിട്ടുള്ളൊരു വീടാണ്. ഇവരിപ്പോൾ ഇരിക്കുന്നിടത്ത് അന്യ നാടാണ്, അപരിചിതരായിട്ടുള്ള ആൾക്കാരാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നാടിൻ്റെ പോലെ ആവില്ലല്ലോ. ഓർക്കിപ്പോൾ എന്തായാലും നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. അതൊന്നും ഉണ്ടോക്കി കേരളത്തിലോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെയൊക്കെ വീടൊക്കെ ഭയങ്കര റെന്റും വാടക, അതിനുള്ള ഇതെല്ലാം എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലല്ലോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഹെൽപ്പാണ് നമ്മൾ ചെയ്തത്. നമുക്ക് കൂടുതലായിട്ടും വളരെ ഉപകാരമുണ്ട്. കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണി മാറ്റിയത് ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് ചാവേണ്ട അവസ്ഥയിലായിരുന്നു. പേടിയുണ്ടോ ഇവിടെ താമസിക്കാൻ? ഇവിടെ താമസിക്കാൻ പേടിയുണ്ടോ? പേടിയുണ്ടോന്ന് ചോദിച്ചാൽ നന്നായിട്ട് പേടിയുണ്ട്. കാരണം ഒറ്റയ്ക്ക് അറിഞ്ഞൂടാത്ത ഏരിയ. ഇതിനു മുമ്പ് ഞാൻ ഒരു സ്ഥലത്തിരുന്നത് എനിക്ക് അറിയായിരുന്നു. ബില്ലുക്കുറി എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. അവിടെ ആകുമ്പോഴത്തേക്ക് 5 വർഷം ഇരുന്ന് എല്ലാവരെയും പരിചയമുണ്ട്. ഇവിടെ ഞാൻ ഇപ്പൊ ആദ്യമായിട്ടാണ്, ഇത് 2ാമത്തെ മാസം ഞാൻ ഇവിടെ വന്നിട്ട്. അപ്പൊ ഇവിടെ ആരെയും എനിക്ക് അധികം പരിചയമൊന്നുമില്ല. ഒരുപാട് കാര്യമൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് കൈ നിൽക്കണതല്ലാത്ത കാര്യങ്ങളാണ്. വീട് കാര്യങ്ങളൊക്കെ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റണമല്ല. എന്നാലും ആരെങ്കിലും ഒക്കെ കണ്ട് സഹായിക്കണമെങ്കിൽ സഹായിച്ച് നിങ്ങൾക്ക് ഒരു വീടാണെങ്കിൽ അത് നമ്മൾ പ്രാർത്ഥിക്കാം. അവിടെ ഒരു കുഞ്ഞു വീട് മതിയല്ലോ, ഒരു റൂമാണെങ്കിൽ ഒരു സെന്റ് സ്ഥലമെങ്കിലും മേടിച്ച്, ഒരു വീടായിട്ടില്ലെങ്കിലും ഓല വെച്ച് കുറ്റിച്ചാരിയെങ്കിലും കുട്ടികളെ വെച്ചിട്ട് ആരും ഇറങ്ങി വാടക കൊടുക്കേണ്ട പ്രശ്നമൊന്നും വരത്തില്ല. മറ്റേത് കഞ്ഞിയെ കുടിച്ചാലും അല്ലേ വാടക മേടിച്ച് കഞ്ഞി കുടിച്ചാലും കിടക്കാടം വേണമല്ലോ. ഇതാ കണ്ടില്ലേ, ആ പറഞ്ഞ പോലെ ഒരു സെന്റിൽ ഒരു ഓലക്കുടി ആയാലും മതിയെന്ന് പേടിച്ചിട്ടാണ് ആ പാവം അങ്ങനെ പറയണേ. എന്തായാലും ഒരു പെണ്ണും 2 പൊടിക്കുഞ്ഞുങ്ങളല്ലേ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ ഒന്നല്ല, ഒരുപാട് ആൾക്കാർ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് പറയണ ഇതാ സൂരജ്, പിന്നെ ഉബൈദ്, പിന്നെ അച്ചായൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ. ഇവരെപ്പോലുള്ള ആൾക്കാരെ ഇല്ലാതാക്കാനേ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് വാങ്ങിക്കൊടുക്കാനേ അധികാരം ഉണ്ടാവില്ല. അതുകൊണ്ട് നന്മ നിറഞ്ഞ നല്ല മനസ്സുള്ള ആൾക്കാരാരെങ്കിലേ ഈ പാവങ്ങൾക്കൊരു വീട് വെച്ച് കൊടുക്കുകയാണെങ്കിലേ അത് ആ പാവങ്ങൾക്ക് സ്വർഗം കിട്ടിയ മാതിരിയ കാര്യം. എന്നിട്ട് ഇതേപോലത്തെ സഹായങ്ങൾ ഇല്ലാതാക്കാൻ കുറേ മരവാണങ്ങൾ വേറെ, അങ്ങനത്തെ വാണങ്ങളൊക്കെ അങ്ങോട്ട് മാറി നിൽക്കട്ടെ. നിങ്ങളെന്തായാലേ പരമാവധി ഇതൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നന്മ പറ്റാത്ത ആരുടെയും കണ്ണിൻ്റെ മുന്നിൽ ഇത് പെട്ട് കഴിഞ്ഞാലേ ഓലൊരു വീട് വെച്ച് കൊടുക്കും. പിന്നെ ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം കിട്ടും, പിന്നെ സന്തോഷമായിട്ടുള്ളൊരു ജീവിതവും കിട്ടും. എന്നാലുള്ള ആ പാവത്തിൻ്റെ കരച്ചിലിനൊരു അറുതി ഉണ്ടാകുക.